ലോകപ്രശസ്തവും നിത്യേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നതുമായ വർക്കല പാപനാശം തീരത്തിന് ഇപ്പോൾ പറയാനുള്ളത് ചില അപര്യാപ്തതകളുടെയും അവഗണനയുടെയും കഥകൾ മാത്രമാണ്. രാജ്യത്തിനകത്തുനിന്നും വിദേശങ്ങളിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് പുറമെ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് പിതൃതർപ്പണത്തിനായും ഈ പുണ്യതീരത്ത് എത്തുന്നത്. എന്നാൽ ഇത്രയധികം ആളുകൾ എത്തുന്ന ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ മതിയായ ശൗചാലയ സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലുള്ള ശൗചാലയങ്ങളാകട്ടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതിനാൽ തന്നെ പൊട്ടിയൊലിക്കുന്ന നിലയിലുമാണ്. ഇവിടെ നിന്നുള്ള മലിനജലം പരസ്യമായി ഒഴുകിയെത്തുന്നത് തടയാൻ അധികൃതർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ദിവസങ്ങളായി തുടരുന്ന ഈ അവസ്ഥ കാരണം പ്രദേശം മുഴുവൻ കടുത്ത ആരോഗ്യ ഭീഷണിയിലുമാണ്. രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇനി മറ്റെവിടെയും പോകേണ്ടതില്ല എന്ന രീതിയിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം. ആളുകളുടെ എണ്ണത്തിനാനുപാതികമായ പൊതു ശൗചാലയങ്ങൾ ഇല്ലാത്തത് കാരണം പലരും പരസ്യമായി മലമൂത്ര വിസർജനം നടത്താൻ നിർബന്ധിതരാകുന്ന കാഴ്ചയും ഇവിടെയുണ്ട്. ശുചിത്വ പരിപാലനം നടത്തുന്നുണ്ടെന്ന് നഗരസഭാ അധികാരികൾ അവകാശപ്പെടുമ്പോഴാണ് പാപനാശം തീരത്ത് ഇത്തരം നാണം കെട്ട കാഴ്ചകൾ തുടരുന്നത്. ഉള്ള ശൗചാലയം കൂടി തകർന്ന നിലയിലായതോടുകൂടി ടൂറിസ്റ്റുകളും തീർത്ഥാടകരും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വർക്കലയുടെ ടൂറിസം സാധ്യതകളെയും അന്തസ്സിനെയും ഇല്ലാതാക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ല എങ്കിൽ പ്രദേശത്ത് വൻതോതിൽ പകർച്ചവ്യാധികൾ പടരാനും ഇത് കാരണമായേക്കും. നഗരസഭാ അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പുതിയ ശൗചാലയങ്ങൾ നിർമ്മിക്കാനും നിലവിലുള്ളവ വൃത്തിയാക്കാനും തയ്യാറാകണമെന്നാണ് ഈ പ്രദേശവാസികളുടെയും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെയും മുഖ്യമായ ആവശ്യം. വിസ്മയ ന്യൂസ്, വർക്കല.